തൃശൂർ കോർപ്പറേഷനിൽ ഇടത് വലത് മുന്നണികൾക്ക് വിവിധ വാർഡുകളിൽ വിമത ഭീഷണി. യു.ഡി.എഫിനെതിരെ 6 വിമതർ മത്സരിക്കുന്നത്. എൽ.ഡി.എഫിനെതിരെ 4 വിമതർ രംഗത്തുണ്ട്. സാനു കെ സജീവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാനു, വലിയ രീതിയിലുള്ള വിമത ഭീഷണി ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ തലവേദന തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. തൃശൂർ കോർപ്പറേഷനിലെ സാഹചര്യം എങ്ങനെയാണ്? രോഹിണി, എന്തായാലും തൃശൂർ കോർപ്പറേഷനിലെ ഈ ഇലക്ഷൻ, അതായത് തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞതോടുകൂടി ഇടത് വലത് മുന്നണികൾക്ക് തലവേദനയായി മാറുകയാണ്. തൃശൂർ കോർപ്പറേഷനിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 10ഓളം വിമതരാണുള്ളത്. അതിൽ 6 വിമതർ യു.ഡി.എഫിന്റെ ഭാഗത്തു നിന്നും 4 വിമതർ വരുന്നത് എൽ.ഡി.എഫിന്റെ ഭാഗത്തു നിന്നുമാണ്. അതായത് ഈ വിമത ഭീഷണിയെ തുടർന്ന് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ആദ്യഘട്ടം മുതലേ CPM-ന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അവസാന ചിത്രം തെളിയുമ്പോൾ അതെല്ലാം വിഫലമായി എന്ന് തന്നെ വേണം. ഈ വിമത ഭീഷണി അല്ലെ വിമതര് അതേ സ്ഥലങ്ങളിൽ തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും 10 ഇടങ്ങളിലാണ് തൃശൂർ കോർപ്പറേഷനിൽ മാത്രം 56 വാർഡുകളുള്ള അല്ല 56 ഡിവിഷനുകളുള്ള തൃശൂർ കോർപ്പറേഷനിൽ മാത്രം 10 സ്ഥലങ്ങളിൽ വിമത ഭീഷണി ഇടത് വലത് മുന്നണികൾക്ക് നേരിടുന്നു. അതിൽ 6 ഇടങ്ങളിൽ യു.ഡി.എഫിന് നേരിടുമ്പോൾ 4 ഇടങ്ങളിലാണ് എൽ.ഡി.എഫിന് ആ വിമത ഭീഷണിയുള്ളത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ യു.ഡി.എഫ് നേരിടുന്ന സ്ഥലങ്ങളാണ് എടക്കുനി, ഒല്ലൂർ സെന്റർ, കുര്യാച്ചിറ, മിഷൻ ക്വാർട്ടേഴ്സ്, പാട്ടുരായ്ക്കൽ, പൂത്തോൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ട് യു.ഡി.എഫ് വെല്ലുവിളി നേരിടുന്നത്. ഈ പ്രദേശങ്ങളിൽ യു.ഡി.എഫ് ഏറെക്കുറെ വിജയപ്രതീക്ഷ അല്ലെങ്കിൽ വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന വാർഡുകളിലാണ് അവർ ഏറ്റവും കൂടുതൽ വിമത ഭീഷണി നേരിടുന്നതെന്നും വലിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ എൽ.ഡി.എഫിനും സമാന നിലയിൽ തന്നെ 4 സ്ഥലങ്ങളിൽ ഈ വിമത ഭീഷണി നേരിടുന്നുണ്ട്. കോട്ടപ്പുറം, കൃഷ്ണപുരം, പറവട്ടാനി, പടവരാട് എന്നിവിടങ്ങളിലാണ് ഈ എൽ.ഡി.എഫ് ഈ ഭീഷണി നേരിടുന്നത്. എന്തായാലും ഇടത് വലത് മുന്നണികളും ഒപ്പം NDAയും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശൂർ കോർപ്പറേഷനിൽ ഇടത് വലത് മുന്നണികൾക്ക് വലിയ ഭീഷണിയാവുകയാണ് ഇപ്പോഴത്തെ വിമത ഭീഷണി. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.